ഇത് സൈവോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി അഫോർഡബിൾ ട്രൈപോഡാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ട്രൈപോഡാണ്. അലൂമിനിയം അലോയ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാരി ചെയ്യാനും നല്ല കൺവീനിയൻ്റ് ആണ്. ഇത് നമുക്ക് 360 ഡിഗ്രി ആംഗിൾസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ പുൾ ബക്കിൾ ലോക്കിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സ്ക്രൂസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് സ്ക്രൂസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നതും. ഈ മിഡിൽ പോർഷനിൽ കാണുന്ന ആ ജനറൽ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്ക്രൂ ലൂസ് ആക്കിയാൽ നമുക്ക് ഹെഡ് ഹൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ടൈറ്റ് ആക്കി വെച്ചാൽ അത് പിന്നെ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കും. ട്രൈപോഡിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫോൺ ഹോൾഡർ മൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ട്രൈപോഡിൻ്റെ ഹെഡിൽ സ്ക്രൂ ചെയ്ത് വെക്കേണ്ടതാണ്. ഞാനിതിപ്പോൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വെർട്ടിക്കലിയാണ് മൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. നോൺ സ്ലിപ്പ് റബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫോൺ നമുക്ക് സ്ലിപ്പായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അത് സ്റ്റേഡി ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും. പുൾ ബക്കിൾ മെക്കാനിസം വരുന്ന ഹോൾഡറാണിത്. യൂഷ്വലി എനിക്ക് ഇങ്ങനത്തെ ഹോൾഡർ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോൺ വെക്കാനൊക്കെ കുറച്ച് പാടാണ്. കൈയൊക്കെ ഇടയിൽ പോകും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇതെനിക്ക് ഈസി ആയിട്ട് തന്നെ ഫോൺ വെക്കാൻ പറ്റി. വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഹെഡ് റൊട്ടേഷൻ കൺട്രോൾ ചെയ്യുന്ന സ്ക്രൂ ആണിത്. ഈ സ്ക്രൂ നമ്മൾ ലൂസ് ആക്കിയാൽ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനത് ടൈറ്റ് ആക്കി വെച്ചേക്കാം, അതുകൊണ്ടാണ് അത് അനങ്ങുന്നില്ല. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകളിലേക്കും താഴേക്കും ഒന്നും ഇത് അനങ്ങില്ല. വൺസ് ആ സ്ക്രൂ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സൈഡ് വൈസ് റൊട്ടേഷനും അപ്പ് ആൻഡ് ഡൗൺ റൊട്ടേഷനും ഒക്കെ പോസിബിൾ ആവും. ഈ ഒരു സ്വിവൽ പാൻ ഹെഡ് ഹാൻഡിൽ എനിക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. മേ ബി ഫസ്റ്റ് യൂസ് ആയതുകൊണ്ടായിരിക്കും. ആ സ്ക്രൂ എത്ര ലൂസാക്കിയാലും അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനത് താക്കുകയും പൊക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ഈ സ്ക്രൂ ഇനി ടൈറ്റ് ആക്കുമ്പോൾ അത് ഒട്ടും അനങ്ങില്ല, അതേപോലെ തന്നെ ഇരിക്കും. നല്ല സ്റ്റേഡി ആയിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതെങ്ങനെയൊക്കെ ഏതൊക്കെ ആംഗിളിൽ നമുക്ക് വയ്ക്കാം, റൊട്ടേറ്റ് ചെയ്യാം എന്നൊക്കെ നോക്കുമായിരുന്നു ഞാൻ. ആദ്യം ഞാനിത് ഹൊറിസോണ്ടലി ആയിരുന്നു മൗണ്ട് ചെയ്തത്. ഇനിയിപ്പോൾ ഞാനിത് വെർട്ടിക്കലി മൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം 2 സ്ക്രൂ ഹോൾസ് ഉണ്ട്. അതിൽ ഈ സൈഡിലുള്ള സ്ക്രൂ ഹോളിലാണ് നമ്മൾ മൗണ്ട് ചെയ്യേണ്ടത്. ആ സ്ക്രൂ ഇൻസേർട്ടായി കഴിയുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ആക്കണം. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഫോൺ ആ ഹോൾഡറിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം. ക്വിക്ക് റിലീസ് ലെഗ് ലോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ ആ റബ്ബർ ഫീറ്റും നോൺ സ്ലിപ്പായിട്ടുള്ള റബ്ബർ ഫീറ്റാണ്. ഒട്ടും സ്ലിപ്പായി പോവില്ല. ഇത് നമുക്ക് മാക്സിമം 50 ഇഞ്ചസ് വരെ ഇതിന് ഹൈറ്റ് കിട്ടും. മിനിമം 16 ഇഞ്ചസ് വരെയാണ്, മാക്സിമം 50 ഇഞ്ചസും. 3 എക്സ്റ്റെൻഡബിൾ സെക്ഷൻസ് ആണ് ലെഗിലുള്ളത്. ഓരോ സെക്ഷനിലെയും ലോക്ക് റിലീസ് ചെയ്യുമ്പം അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് ആയി കഴിയുമ്പം അത് തിരിച്ച് ലോക്കാക്കി വെക്കണം. ഇതേപോലെ ഓരോ സെക്ഷനും ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ലെഗ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ്. ഇതിനിപ്പം എൻ്റെ ഒരു ചെസ്റ്റ് ലെവൽ വരെയാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഹെഡ് ലെവൽ വരെ ഹൈറ്റ് കിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സർഫസിൻ്റെ പുറത്തൊക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലൊരു സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആംഗിളിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്യുവാണ് അതൊന്ന് ആ ബബിൾ മിഡിലായിട്ട് വരാൻ. ബബിൾ മിഡിലാവുമ്പോഴാണ് ഇത് കറക്റ്റ് ഫ്ലാറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോൾ എനിക്ക് ആ സ്വിവൽ പാൻ ഹെഡ് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അത് ബബിൾ മിഡിലാക്കി ഫൈനലി. സോ ഈ ഒരു ഇതിൽ നമുക്ക് സ്ട്രെയിറ്റ് ഇതിൽ വീഡിയോ കിട്ടും. ലെവൽ ഇപ്പം നല്ല ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണും കറക്റ്റ് ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെയിറ്റ് വീഡിയോയും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ട്രൈപോഡിൻ്റെ സെറ്റപ്പ്. ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളാണ്. എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് നോക്കുവാണ്. ഇത് നമുക്ക് ബോത്ത് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് മോഡിൽ വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒരു വീഡിയോ എടുക്കുന്നു, അറ്റ് എ ടൈം നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഉടനെ തന്നെ അത് പോർട്രേറ്റിലേക്ക് ആക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ട്രൈപോഡ് അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റലേഷൻ വീഡിയോ. ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു ട്രൈപോഡാണ്. ക്വാളിറ്റിയിലാണെങ്കിലും പ്രൈസിലാണെങ്കിലും വളരെ അഫോർഡബിൾ ആണ്. ഈ ട്രൈപോഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഓൾസോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്. താങ്ക് യു. ബൈ.